അവിടെ കുറേ ടീ എസ്റ്റേറ്റിലെ കുറച്ച് തൊഴിലാളികളുണ്ട്. അവരുടെ പരിപാടി ഒന്നുമേ പണ്ണാത് இன்னைக்கு வேலை முடிஞ்சிருக்கா? இல்ல ஸ்டார்ட் பண்ணி இப்பதான் ஸ்டார்ட் பண்ணிருக்கு. எத்தனை மணி வரைக்கும் இருக்கு? 4 மணி வரை. உங்க ஊரு? ஜார்க்கண்ட். ஓ வெல்கம் டு ஊட்டி. நைஸ் டு மீட் யூ. எப்படி இருக்கு? അന്യ സംസ്ഥാന തൊഴിലാളിയാണ് കേട്ടോ. ഇവിടെ തേയില പറിക്കാനും ജാർഖണ്ഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവരാണെങ്കിൽ സ്വർഗത്തിന്റെ സെൻട്രൽ പൊസിഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്താനായിട്ട് ആ ഒരു ആകാംക്ഷയിൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു ഭാഗത്തേക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് കണ്ണിന് കുളിർമ കേൾക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, ജീവിതത്തിൽ എന്തെന്നെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിൽ കേച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7th ഹെവൻ എന്നറിയപ്പെടുന്ന വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി വരെ പോകുന്ന ഒരു യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു 7th ഹെവൻ്റെ സെൻട്രൽ പൊസിഷനായ വാട്ടർഫാൾ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി അവിടെയുള്ള പ്രകൃതി മനോഹരമായ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന പച്ചപ്പരവതാനികൾ വിരിച്ചിട്ടുള്ള താഴ്വരകളുടെ ഭംഗിയേറും കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് ഗൈസ്. പട്ടാപ്പകലെ പൊട്ടിത്തെറിച്ച നട്ടുച്ച വെയിൽ വാൽപ്പാറയുടെ ഇളം കുളിരും കൊണ്ട് മനോഹരമായ കാഴ്ചകളെ വരവേൽക്കാനായി നമ്മൾ ബസ്സിൽ 15 രൂപ ടിക്കറ്റ് എടുത്ത് പോയിക്കിട്ടേറി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാൽപ്പാറയിലെ വാട്ടർഫാൾസ് സ്റ്റോപ്പിലാണ് കേട്ടോ. അതായത് വാൽപ്പാറയിൽ നിന്നും വാൽപ്പാറ ജംഗ്ഷനിൽ നിന്നും നമ്മൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറുകൾ കൊണ്ട് എത്തിച്ചേരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. പൊള്ളാച്ചി റൂട്ടിൽ വാട്ടർഫാൾസ് എന്നാണ് ഇതിന് പറയുക. പക്ഷേ ഇവിടെ വാട്ടർഫാൾ എന്ന് എനിക്കറിയില്ല. പക്ഷേ വാട്ടർഫാൾസൊക്കെ എന്തിനില്ലേ, അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, കണ്ണിന് കുളിർമയേക്കുന്നതല്ല. നല്ല വെയിലാണ് കേട്ടോ. ആ ഒരു തണുപ്പിൻ്റെ ആ ഒരു ആഘാതം ഒന്നും ഏറ്റു തുടങ്ങിയിട്ടില്ല. ഏകദേശം ഈവനിങ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരിക്കും. ഇപ്പോൾ ഇത് നോക്കിയാൽ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 7th ഹെവനാണ് കേട്ടോ വാൽപ്പാറ എന്നൊക്കെ പറയുന്നത്. 7ാമത്തെ സ്വർഗ്ഗമാണ് വാൽപ്പാറ. അതെന്തുകൊണ്ടാണ് ആ ഒരു പേര് നേടിക്കൊടുത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട്, അവിടെ ബസ് സ്റ്റോപ്പില്ല, അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാണാം. എന്നാലും അതൊക്കെ ഒന്ന് അവിടെ അടുത്ത് പോയിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് വരാം. എൻ്റെ പൊന്നിടാവേ, ഒന്നങ്ങോട്ട് നോക്കിയേ നമ്മൾ ആ ഒരു സ്വർഗത്തിൻ്റെ നടുവിലേക്ക്, ദ സെൻട്രൽ പൊസിഷൻ ഓഫ് ഹെവൻ, നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. വേറെ ലെവലാണ് പറഞ്ഞാൽ പോരാ, വേറെ ലെവൽ തന്നെയാണ്. കണ്ടോ അണ്ണാ, വാട്ടർഫാൾക്ക് പോണേടാ? அங்கே போகணும். இந்த ஸ்டாப் தானே ஃபால்ஸ்? ஸ்டாப் இல்லை, இந்த ஸ்டாப் இல்லை. இங்கே வாட்டர் ஃபால்ஸ் இல்லை, ஃபால்ஸ் இந்த நேச்சுரல் பியூட்டி மட்டும்தான் இருக்குது. ஆனால் அந்த போர்டு போட்டு வச்சிருக்கு, வாட்டர் ஃபால் ஃபேக்ட்ரி சேல்ஸ் அவுட்லெட். இது டீ எஸ்டேட்டா? டீ எஸ்டேட். நல்ல செம்மான இடம். நீங்கள் இந்த ஊரா? ஓ, வால்பாறை. செம்மையான இடம் உங்கள் ஊர். எல்லாம் ഒന്ന് சுற்றி பார்க்குறதுக்கு அப்புறம் வரேன். ஓகேவா? உங்கள் பேர்? ஏசியன். ഓക്കെ. അപ്പോൾ ഗൈസ്, വാൽപ്പാറയെ ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? ഈ ഒരു സ്പോട്ട് കവർ ചെയ്യാതെ ഒരാളും കടന്നു പോകില്ല. കാണാനാണെന്നുണ്ടെങ്കിലും, അതായത് ഈ ഒരു സ്വർഗത്തിൻ്റെ സെൻട്രൽ പൊസിഷനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം, പകർത്താനും കഴിയുന്ന ഒരു സ്പോട്ടാണ്.
അവിടെ കുറേ ടീ എസ്റ്റേറ്റിലെ കുറച്ച് തൊഴിലാളികളുണ്ട്. അവരുടെ പരിപാടി എന്താ പറയുക, തേയില പറിക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നൈസായിട്ട്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെന്നൊക്കെ നോക്കട്ടെ കേട്ടോ. പറയാൻ പറ്റൂല എന്താ അവസ്ഥ എന്ന്. அக்கா ஷூட் பண்ணது பிரச்சனை இருக்கா? ஷூட் பண்ணது ஏதாவது பிரச்சனை இருக்கா? பிரச்சனை இருக்குன்னா ஷூட் பண்ணலை, ஆனால் இங்கே என்ன பண்ணுறதுன்னு ஷூட் பண்ண வேணும், அதுக்கு தான். ഇന്നത്തെ വേല മുടിഞ്ഞിരിക്കാ? വേല കണ്ട ചാക്കിലാക്കിയിട്ട് കുറേ വേണ്ട 5-8 ചാക്കുകളുണ്ട്, 10 ചാക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഇന്നേക്ക് വേല മുടിഞ്ഞിരിക്കാ? വേലയും മുടിഞ്ഞിരിക്കാ? അവരെന്തോ ഏതോ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കുറച്ച് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് അവരടുത്ത് നൈസായിട്ട് ചോദിക്കാം. ഇവരൊന്നും പറയുന്നില്ല, ഇവർ ചിരിക്കാണ്. അണ്ണാ അങ്ക കൊഞ്ചം നിപ്പാട്ടട്ടാ, എന്നാ ഒന്നുമേ പണ്ണാത്. இன்னைக்கு வேலை முடிஞ்சிருக்கா? இல்ல ஸ்டார்ட் பண்ணி இப்பதான் ஸ்டார்ட் பண்ணிருக்கு. எத்தனை மணி வரைக்கும் இருக்கு? 4 மணி வரை. உங்க ஊரு? ஜார்க்கண்ட். ஓ வெல்கம் டு ஊட்டி, நைஸ் டு மீட் யூ. எப்படி இருக்கு? അന്യ സംസ്ഥാന തൊഴിലാളിയാണ് കേട്ടോ. ഇവിടെ തേയില പറിക്കാനും ജാർഖണ്ഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവരാണെങ്കിൽ ഫുള്ള് കോമഡി. അവരടുത്ത് എന്തൊക്കെ ചോദിക്കുമ്പോൾ അവർ ചിരി മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അവർക്ക് എന്തോ ഫേസ് ചെയ്യാനൊരു ഇടങ്ങേറ് പോലെ. അപ്പോൾ പിന്നെ നമ്മൾ അവരെ കൂടുതലായിട്ട് എടുക്കുന്നതിലൊരു പരിധി ഉണ്ടല്ലോ. ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അവിടെ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടെ അടിപൊളി സ്പോട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാൻ കഴിയും കേട്ടോ. ഇവരെ ചിരി കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവരടുത്ത് നമ്മൾ ചോദിക്കുന്നില്ല, നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. അവരെന്തായാലും കുറച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഉച്ചയ്ക്കൊക്കെ തുടങ്ങുള്ളൂ കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 4 മണി വരെ ഒരു പണിയെടുക്കുള്ളൂ. കുറച്ച് ഒരു 2 മണിക്കൂർ നേരമൊക്കെ തേയില നുള്ളിയിട്ട് നൈസായിട്ട് ഇതുപോലെ ചാക്കുകളിലാക്കിയിട്ട് എസ്റ്റേറ്റിൽ കൊണ്ടുപോയി വെച്ച് പൈസയും വാങ്ങിയിട്ട് പോകും. ഇതിന് കിലോ കണക്കിനാണെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്. അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോയത്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കണ്ട പോലെ ഓടി കണ്ട വഴി. അപ്പോൾ ഗൈസ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ചൂട് തന്നെയാണ് കേട്ടോ. വലിയ തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ അത്ര വലിയ ചൂടൊന്നുമില്ല. പക്ഷേ ഒരു 4 മണിക്ക് ശേഷം ഇവിടെ പനി ഇറങ്ങിയിട്ടെന്നാണ് പറയുന്നത്. പനി ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് വരും, കോട വരും, പിന്നെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. അതായത് ഈ ഒരു സ്പോട്ടിൽ വാൽപ്പാറയ്ക്ക് വരുമ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഉള്ള അത്ര തണുപ്പ് വേറെ എവിടെയും ഉണ്ടാവില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. കാഴ്ചകൾക്കാണെന്നുണ്ടെങ്കിലും ക്ലൈമറ്റിനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ വാൽപ്പാറയ്ക്ക് ആരും പോവില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. യാഥാർത്ഥ്യങ്ങൾ കൊണ്ടൊരു കൂമ്പാരം തന്നെ ഞാനിന്ന് തീർത്തിടും. നമുക്ക് അരമണിക്കൂർ ഇടവിട്ടിട്ട് ഇവിടുന്ന് ബസ് വരുന്നുണ്ട്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള ബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബസ് പിടിക്കാൻ നോക്കാം അല്ലേ. ഇവരൊന്നും പറഞ്ഞു തരുന്നില്ല. അവിടെ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്, അവർ മലയാളീസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അത്രത്തോളം ദൂരമൊന്നും കയറാൻ വയ്യ. അവർ കുറച്ച് മേലെയാണുള്ളത്, ഒരുപാട് മേലെയാണുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് പാർസലൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഫുഡായാലും സ്റ്റേ ആയാലും ഇവിടെ കിട്ടുന്നതായിരിക്കില്ല. ഇവിടെ വേറൊരു പരിപാടിയില്ല. ചായ കിട്ടും, വെള്ളം കിട്ടും, അങ്ങനെ ജീവൻ നിലനിർത്തിയിട്ട് മെല്ലെ വിടാം. 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ വാൽപ്പാറ എത്തും. സ്റ്റേ ഒന്നും ഇവിടെ കിട്ടില്ല. അത് ടീ എസ്റ്റേറ്റാണ്. അവിടെ ഒരു ഡ്രോൺ ഷൂട്ട് നടത്തുന്നുണ്ട് കേട്ടോ. ഈ അണ്ണനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. നോക്കട്ടെ, ആള് എന്തോ സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആളിവിടെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡ്രോൺ അത് അവിടെ ആ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ നമ്മളെ കയ്യിലുള്ള അതിന് മാത്രമുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം ഒരു തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചല്ലേ. അതിന് മാത്രമൊന്നും വളർന്നിട്ടില്ല നമ്മൾ. അപ്പോൾ നോക്കട്ടെ ഡ്രോൺ ഷൂട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഇവിടുത്തെ ഡ്രോൺ ഷൂട്ടൊക്കെ വേറെ ലെവലായിരിക്കും, അത് വേറൊരു കേസ്. അപ്പോൾ ഗൈസ് ആ വരുന്ന ടീംസിനെ കണ്ടോ, തമിഴ്നാട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് കേട്ടോ. അതായത് തമിഴ്നാട് യൂട്യൂബേഴ്സാണ്. അവരുടെ ഡ്രോൺ വരുന്ന വഴി കണ്ടോ. നമുക്ക് നൈസായിട്ടൊന്ന് അവരായിട്ടൊന്ന് മുട്ടി നോക്കാം, അവരായിട്ടൊന്ന് പരിചയപ്പെടാം.
ചിലപ്പോൾ എന്താ പറയുക ഒരു കൊളാബിനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതാ ഒരു റോഡ് ഓടണ്ട ഇൻഫ്ലുവൻസേഴ്സാ ഒരു சின்ன சேனல் இருக்கு. சின்ன சேனல் எங்க சேனல் பேரு ஹில் கேட்சர். എനിക്ക് ക്ലിപ്പ് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വലിയൊരു ഉപകാരമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോൺ ഷൂട്ടൊക്കെ കിട്ടുകയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അതിലും വലുതായിട്ട് അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഞാനുണ്ടായ ഒരു ക്ലിപ്പിൽ ആ ക്ലിപ്പ് എനിക്ക് അണുപ്പിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് ഇൻഫ്ലുവൻസേഴ്സ് നൈസായിട്ടൊന്ന് പരിചയപ്പെടാം. നാക്കൊന്നും വഴങ്ങണില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഉங்க പേര്? என் பேர் தினேஷ். கோயம்புத்தூர்ல இருந்து வரோம். எல்லாரும் கோயம்புத்தூரா? பாலக்காடு. ஓகே ஓகே. சோ நாங்க கோயம்புத்தூர்ல இருந்து பாத்தீங்கன்னா இன்ஃப்ளூயன்சர்ஸ் டீம் எல்லாரும் வந்து வால்பாறை எக்ஸ்ப்ளோர் பண்ணலாம். எப்படி இருக்கு? 7th ஹெவன், கிங்டம் ஆஃப் ஹெவன், வால்பாறை. அங்க போடிச்சா? எங்க? அங்க வால்பாறை. வால்பாறை இப்ப இனிமேல் தான் போறோம். இனிமே தான் போறேன். இன்னைக்கு இங்க ஸ்டேயா? இன்னைக்கு ஆமா நாங்க கீழே பொள்ளாச்சியில வந்து கொக்கோ நெஸ்ட் ரெசார்ட்ல வந்து ஸ்டே பண்ணிருக்கோம். ஓகே, செம்மான இடம். 4 மணிக்கு அப்புறம் தான் கிளைமேட் ஓகே ஆயிடும். இப்போ வந்து வெயிட்டிங். இப்போ வந்து கொஞ்சம் ஹாட்டா இருக்கு. அந்த சன் போயதுக்கு அப்புறம் தான் இந்த ரியல் கிளைமேட் என்ஜாய் பண்ண முடியும். അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഇവരുടെ വണ്ടി. അതായത് ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. തമിഴ്നാട് പൊള്ളാച്ചി ജീപ്പ് ടൂറിസം അത്യാവശ്യം വലിയ ടീം തന്നെയാണ് കേട്ടോ. അതിന് നമുക്ക് എന്തായാലും ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ കിട്ടാനുള്ളൊരു ആദ്യത്തെ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഡ്രോൺ ഷൂട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അത് ரொம்ப നന്ദി, എല്ലാവർക്കും ரொம்ப നന്ദി. ഞാൻ പോരെ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസാണ് നമ്മളാക്കി മാറ്റിയാട്ടെ. ചില നിമിഷങ്ങളിലൊക്കെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ളൊരു ക്ലിപ്പ്. ഡ്രോൺ ഇല്ലാത്തതിൻ്റെ ഇതെന്താണെന്ന് വേദന എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തില്ല, അതിനുള്ളൊരു വകുപ്പില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ സഹായിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് അവരുടെ ചാനലിൽ നമ്മൾ വരുന്നുണ്ട്, നമ്മുടെ ചാനലിൽ അവർ വരുന്നുണ്ട്, അതിന് നിന്ന് തന്നിട്ടുണ്ട്. അത്രയും വലിയ ടീമാണ് കേട്ടോ. എന്നിട്ട് തന്നെ നമ്മളോട് ഒരു ജാടയില്ലാതെ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൻപണ്ടാ അതൊക്കെ പ്രിയ. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ എനിക്ക് കണ്ട് മതിയാവുന്നില്ല. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് ബസ് വരും, അതിൽ നേരെ പൊള്ളാച്ചി കയറി താണ്ടലാം. ഇവിടെ ഒരു പരിപാടി നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാനും പറ്റില്ല, ആൾട്ട് ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവിടെയുള്ള ലോക്കൽസായിട്ട് പിന്നെ കണക്റ്റഡ് ആവണം. ലോക്കൽസിനൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും. നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ, സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബസ്സെല്ലാം വന്ന് പൊള്ളാച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളിയാർ ഡാമിൻ്റെ ടോപ്പ് റേഞ്ചിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അത് അടിപൊളി മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചകളെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോവാണ് കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള വാൽപ്പാറയിലെ അടിപൊളി കാഴ്ചകളൊക്കെ ഒരുക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.